ഇത് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ജൂ ടൗൺ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. കൊച്ചി വരെ പോയതല്ലേ, അപ്പോൾ പിന്നെ എന്നാൽ ഇതും കൊണ്ടൊന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് കയറിയതാണേ. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കണ്ടിരിക്കണം. കാരണം അത്ര നല്ല വൈബ്രൻറ്റും കളർഫുള്ളും ഒരു പ്രത്യേക വൈബുള്ള ഒരു സ്ഥലമാണിത്. ആക്ച്വലി നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായ ഒരു സ്ട്രീറ്റാണിത്. അന്ന്, അതായത് 16th സെഞ്ച്വറിയിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി കൂട്ടത്തോടെ പലായനം ചെയ്തപ്പോൾ അതിലൊരു മേജർ വിഭാഗം കേരളത്തിലെത്തി. അന്നത്തെ നമ്മുടെ കൊച്ചി രാജാവ് അവർക്ക് താവളവും സുരക്ഷയും ഒരുക്കി കൊടുത്തു. അങ്ങനെയാണ് ഈ ജൂ സ്ട്രീറ്റ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ജൂയിഷ് ഫാമിലി വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഈ കാണുന്ന കടകളിൽ, ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലുള്ള കടകളിലും ജൂയിഷ് പാരമ്പര്യം വിളിച്ചോതുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനമാണ് സ്പൈസസ് കേട്ടോ. ഇവിടുത്തെ മസാല മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആൻറ്റിക് ആയിട്ടുള്ള ഫർണിച്ചർ, പഴയകാല ചെയേഴ്സ്, പാത്രങ്ങൾ, വയലിൻസ്, അങ്ങനെ നമുക്ക് കൗതുകം ഉളവാക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. അവരുടെ സിനഗോഗാണിത്. ഇതിനെ പരദീസി സിനഗോഗ് എന്നാണ് പറയുന്നത്. ഇത് 1568 നിർമ്മിക്കപ്പെട്ടതാണത്രേ. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 450 ഇയേഴ്സിനെ കാട്ടി കൂടുതൽ പഴക്കം ഇതിനുണ്ട്. അപ്പോൾ ഇത്രയും പഴക്കം ചെന്നൊരു സിനഗോഗ് ഇപ്പോഴും ആക്റ്റീവാണെന്നും ഇവിടെ വർഷിപ്പും പ്രേയേഴ്സും ഒക്കെ നടക്കുന്നുണ്ടെന്നും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. മാത്രമല്ല ഇതിപ്പോൾ ടൂറിസ്റ്റിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഒരു 10 rupees ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറി എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഈ സിനഗോഗിന് ഹോളിഡേ ആയിരുന്നു. അത് കാരണം അത് കാണാൻ പറ്റിയില്ല. അപ്പം പുറത്ത് നിന്ന് ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചില കടകളിലൊക്കെ കയറി. കുറേ ക്ലോതിങ് ഉള്ള കടകളും ഉണ്ട് അവിടെ. ഇപ്പോൾ കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി, 1-2 ഐറ്റംസൊക്കെ മേടിച്ചു. ഇച്ചിരിയൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാർഗനിങ് അലൗഡ് ആണ് അവിടെ. കാരണം ഇത് മോസ്റ്റ്ലി ടൂറിസ്റ്റിനെ, അതായത് ഫോറിൻ ടൂറിസ്റ്റിനെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കടകളാണ്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് അവിടെ ഒരു സ്ട്രീറ്റ് സിംഗർ, ഒരു ബോയ് നിന്ന് പാടുന്ന കേട്ടു. അപ്പം നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ പാട്ട് കേൾക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവൻ്റെ പാട്ട് കുറച്ച് നേരം കേട്ടുകൊണ്ടിരുന്നു. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് കേൾക്കാൻ. അത് നല്ലൊരു ടൈം പാസ്സായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കിതുവഴി നടന്നപ്പോൾ ഞാൻ ആക്ച്വലി കേരളത്തിൽ കൂടെയാണോ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഒന്നാമത് ഇവിടുത്തെ ഈ കളേഴ്സ്, ഈ ബിൽഡിങ്സിലൊക്കെ ഒരു പ്രത്യേകതരം ഫുൾ വെറൈറ്റി കളേഴ്സാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, ഇത് പണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി നിർമ്മിച്ച ബിൽഡിങ്സ് തന്നെയാണ്. പിന്നെ ഈ കടകളിൽ കാണുന്ന ഐറ്റംസ്, ഇതെല്ലാം ഭയങ്കര ഒരു വേറൊരു ഫീലാണ് നമുക്ക് തരുന്നത്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോയപ്പോഴാണ് അറിയുന്നത് അവിടെ 2 സൈഡിലും കുറേ കഫേസൊക്കെ ഉണ്ട്. കഫേയും റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനകത്ത് കയറി. അപ്പോൾ കയറുന്ന വഴി തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല ലൈറ്റ്സൊക്കെ വെച്ച് 2 സൈഡിലും ഒരു പ്രത്യേക ഒരു ഭംഗി അതിന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുവഴി നടന്ന് റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടന്ന് ഫ്രണ്ടിലോട്ട് പോയി. ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ ഞാൻ കണ്ടത്, അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ. നോക്കി, അടിപൊളി അല്ലേ? ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു നല്ല ഗാർഡൻ ഉണ്ടെന്ന്. എന്ത് രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണോ, നല്ല നീറ്റുമാണ്. മാത്രമല്ല ആ കരിങ്കൽ തൂണും ആ കരിങ്കലിൻ്റെ ചെയർസൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നി. ഇതിനകത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടോ? ആ ഫ്ലവേഴ്സൊക്കെ നോക്കി എന്ത് രസമുണ്ട്. ഞാനവിടെ എത്ര നേരം നിന്നോ എത്ര ഫോട്ടോസ് എടുത്തോന്നോ എനിക്കറിയില്ല. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനായിരുന്നു അത്. എന്നിട്ട് പിന്നെ നേരെ നടന്ന് റെസ്റ്റോറൻറ്റിനകത്തോട്ട് പോയി. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇതുപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കി ലേക്കാണ്. അപ്പം ലേക്കിൻ്റെ സൈഡിലിരുന്ന് നമ്മളിങ്ങനെ കൂൾ ബ്രീസൊക്കെ കൊണ്ട് ഒരു ചായയൊക്കെ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കത്തില്ലേ എപ്പോഴും എല്ലാ ടെൻഷൻസിൽ നിന്നും ദൂരെ മാറി ഒരു കായലരികത്ത് പോയിരുന്ന് ചായ കുടിക്കണമെന്നൊക്കെ. അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെ അത് എൻ്റെ ആ ആഗ്രഹം സാധിച്ചു. റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഒരു 15-20 മിനിറ്റ്സോളം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ അതും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോഴേക്കും നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജൂ സ്ട്രീറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അത്യാവശ്യം എല്ലാം നോക്കി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ 2 സൈഡിലും കുറേ കുട്ടി തട്ടുകടകളുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ നമുക്ക് ഇഷ്ടം തോന്നുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അകത്തോട്ട് പോയത്. തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ കടയിൽ ചെന്നിട്ട് ആ ഐറ്റംസൊക്കെ ഞാൻ മേടിക്കുകയാണ് അയാളുടെ നിന്ന്. അതിൽ ഈ ഒരു വുഡൻ ടീ കോസ്റ്റർ ഉണ്ടായിരുന്നു, അത് ഞാൻ ആദ്യം എടുത്തു.
പിന്നെയും കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അതേ തട്ടിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് നോക്കി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞാൻ എടുത്തത് ഈ ചെറിയൊരു ബോക്സാണ്. ഇത് ആക്ച്വലി നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഡൈനിങ് ടേബിളിൽ സോൾട്ട്, പെപ്പർ അല്ലെങ്കിൽ പിക്കിൾസ് ഇതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ട് ബോക്സാണ്. അതെടുത്തു. പിന്നെ എടുത്തത് ഈ സ്പൈസ് വയ്ക്കുന്നൊരു ബോക്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വുഡൻ കാർവിങ്സ് ഒക്കെ വെച്ചിട്ട് പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന സ്പൈസിൻ്റെ ഒരു ബോക്സ്. അതും എടുത്തു. അതോടെ എൻ്റെ ഷോപ്പിംഗ് തീർന്നു. അങ്ങനെ ജ്യൂസ് സ്ട്രീറ്റ് കാണാൻ പറ്റിയ സന്തോഷത്തോടെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്ലേസാണ് കേട്ടോ ജ്യൂസ് സ്ട്രീറ്റ്. കൊച്ചിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളും പോയി കാണുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ.